കാർഷിക ഉൽപ്പന്നത്തിന് സംസ്കരണമില്ല. ഇപ്പം നമ്മൾ 10 മൂട് ഏത്തവാഴ വെച്ചു, നമ്മളത് വാങ്ങി അത് വെട്ടി കൊലയും കൊണ്ട് ചെല്ലുമ്പോൾ കച്ചവടക്കാരന് തോന്നുന്ന വില തീർച്ചയായിട്ടും എടുക്കുന്നു. പക്ഷെ അവൻ അതൊരു ചിപ്സാക്കി വിപണി വരുന്നുണ്ടേ കച്ചവടക്കാരൻ പറയുന്ന വില. കൃഷിക്കാരൻ്റെ ഉൽപ്പന്നത്തിന് അവന് വിലയില്ല. അതാണ് നമുക്കുള്ള ദോഷം. റബ്ബർ തന്നെ നമ്മൾ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നു, നട്ടുവളർത്തി വെട്ടി ഷീറ്റാക്കി കൊടുക്കുന്നു, അത് കച്ചവടക്കാരൻ്റെ വില. ആ ടയറിന് കമ്പനിക്കാരൻ പറയുന്ന മാർക്കറ്റ്. കൃഷിക്കാരന് വിലയിടാൻ യാതൊരു സ്വാതന്ത്ര്യം മാറ്റം വരണ്ട നമുക്ക്. തീർച്ചയായിട്ടും വേണം. തീർച്ചയായിട്ടും അതിനുള്ള സംവിധാനങ്ങൾ ഗവൺമെന്റുകൾ കണ്ടുപിടിക്കണം. കൃഷിക്കാരെ ഉയർത്താനുള്ള നടപടി. അതുപോലെ തന്നെ വളം, അമിതമായി വളത്തിന് വില വർദ്ധിക്കുമ്പോൾ അതിൽ നിന്നുള്ള ഉൽപ്പന്നത്തിന് നമുക്ക് വിലയില്ല. ഇതാണ് കാർഷിക മേഖലയിലെ കുഴപ്പം. പുതിയ തലമുറയിലെ കുട്ടികളൊന്നും റബ്ബർ ടാപ്പിംഗ് പഠിക്കാൻ വരാതെ അവർ താല്പര്യമില്ല. കാരണം അതുകൊണ്ട് മെച്ചമില്ലെന്ന് അവർക്ക് തോന്നിയിട്ടല്ലേ? അതെ അതെ, അതിനുള്ള അവർക്കത് ജീവിക്കാനുള്ള വേതനം ലഭിക്കുന്നില്ല. ഒരു റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിക്ക് 100 മൂട് അല്ലെങ്കിൽ 300 മൂട് മരം വെട്ടിയാൽ കിട്ടുന്ന വേതനം കൊണ്ട് ഈ കാലത്ത് ജീവിക്കാനൊക്കുന്നില്ല. അതൊരു മുഖ്യ ഘടകമാണ് അവർക്കുള്ള പ്രയാസമാണ്. റബ്ബർ ഷീറ്റിന് 500 എങ്കിലും വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ തീർച്ചയായിട്ടും അതിൻ്റെ നമ്മുടെ റബ്ബർ തൈ വെക്കുന്ന കാലം നമ്മളിപ്പം 100 മൂട് മരം വെച്ച് കഴിഞ്ഞാൽ അത് വെട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന 75 മൂട, ബാക്കി ചീക്ക് വന്നു കാറ്റ് പിടിച്ചും പോകുന്നു. അതൊരു 10 കൊല്ലം വെട്ടി കഴിയുമ്പം അതിനകത്ത് നിന്ന് ഒരു 10% പട്ടമരവെപ്പാകുന്നു. തീർച്ചയായിട്ടും അങ്ങനെ റബ്ബർ നമുക്ക് ഉൽപ്പാദനം കുറയുന്നു. അതാണ് മെയിൻ ഒരു പ്രശ്നം നമ്മുടെ റബ്ബർ കൃഷിക്കാരും റബ്ബർ ഉൽപ്പന്നവുമായിട്ട് ബന്ധപ്പെട്ട് മൂല്യവർദ്ധിത വസ്തുക്കൾ ഉണ്ടാക്കുന്നതിനുപരി നമ്മൾ ഈ സംസ്ഥാനത്തിൻ്റെ ടാക്സ് ഉൽപ്പാദനത്തിൽ റബ്ബർ കൃഷിക്കാരും റബ്ബറും നല്ല രീതിയിൽ പങ്കുവഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. പക്ഷേ അത് വേണ്ട രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ലെന്നുള്ളതാണ് കൃഷിക്കാരെ സംബന്ധിച്ചാണേലും. അതുപോലെ തന്നെ കൃഷിക്കാരന് അവന് വില കിട്ടുന്നല്ലോ, വില സ്ഥിരതയില്ല. അതാണ് നമുക്കുള്ള ഏറ്റവും വലിയ കുഴപ്പം. ഒരു 15-20 കൊല്ലത്തിന് മുമ്പ് 250 രൂപ കിട്ടും റബ്ബറിന്. ഇപ്പോഴും കിട്ടുന്ന 200 രൂപ 210 രൂപയേ ഉള്ളൂ. 15 കൊല്ലം മുമ്പാണ് നമുക്ക് 250 രൂപ കിട്ടുന്ന ആലോചിക്കണം. അതെ, അപ്പോൾ 8 കൊല്ലം കഴിയണം ഒരു റബ്ബർ ടാപ്പിംഗ് ആകാനായിട്ട്. അപ്പോൾ ഈ ടാപ്പിങ്ങിന് പരിവായി കഴിയുമ്പോൾ നമ്മളത് വെട്ടുകാരെ അന്വേഷിച്ച് കഴിയുമ്പോൾ അവർ ചോദിക്കുന്ന പകുതി, അതായത് നേർപകുതി പങ്കിന് തരുമോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ പങ്കിന് കൊടുത്തവരുടെ കർഷകർക്കാണേലും അതുപോലെ തന്നെ ഈ വെട്ടുകാരനാണേലും ഒരു രീതിയിലുള്ള ബെനിഫിറ്റ് ഇല്ല. അതുകൊണ്ടൊന്നും ഒരിക്കലും പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം റബ്ബറിന് നല്ലൊരു വില സ്ഥിരത ഉണ്ടാകണം. അപ്പോൾ റബ്ബറിന് നല്ലൊരു വില വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊഴിലാളികളെ ഉപയോഗിച്ച് നമുക്ക് കൃഷി ചെയ്യാനും അവർക്ക് കുറച്ചധികം ആൾക്കാർക്ക് നമുക്ക് തൊഴിൽ കൊടുക്കാനും സാധിക്കും. തൊഴിലാളിക്കും വേതനം കിട്ടും, അവന് ജീവിക്കാനുള്ള പൈസ കിട്ടും. പക്ഷെ ഇപ്പൊ അതില്ല, അവനും പ്രയാസമാണ്. അതെ, ഒരു 300 മൂട് വരത്തേക്കുള്ള ഒരു തൊഴിലാളിക്ക് വെട്ടാൻ ദിവസം പറ്റത്തില്ല. വളരെ അവൻ ക്ഷീണിച്ചു പോകും. 100 വരെ മരം വെട്ടുമ്പോൾ അവൻ എത്ര രൂപ വേതനം കിട്ടും? റബ്ബർ കൃഷി എന്ന് പറഞ്ഞാൽ രാജ്യനിർമ്മിതിയിൽ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. റബ്ബർ കൃഷിക്കാർക്ക് മൊത്തത്തിലൊരു ഒരു പരിഗണന കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും കൊടുക്കുന്നില്ല. തീർച്ചയായിട്ടും കേന്ദ്രത്തിലും ഇല്ല, കേരളത്തിലും ഇല്ല. കഴിഞ്ഞ ഗവൺമെന്റ് പറഞ്ഞ് അവരുടെ പ്രകടന പത്രിക അവർ പറഞ്ഞു ഞങ്ങൾ 250 രൂപയാക്കുമെന്ന് പറഞ്ഞു. 250 രൂപ കിട്ടുന്നില്ല. 150 പ്രഖ്യാപിച്ചത് പോലും കിട്ടുന്നില്ല. അല്ല രഞ്ജി സാറേ, നിങ്ങളിപ്പോൾ പത്തനംതിട്ട പുനലൂരാന്ന് പറഞ്ഞല്ലോ, അവിടെ നിന്നൊക്കെ കടന്നു വന്നപ്പോൾ എന്താണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം? സ്ഥാനാർത്ഥി യുവാക്കളായിട്ടുള്ളവർ, വിദ്യാസമ്പന്നരായിട്ടുള്ളവർ, നല്ല മനസ്സിൻ്റെ ഉടമയുള്ളവർ, മനസ്സിൽ വിദ്വേഷവും മറ്റു കാര്യങ്ങൾ മറ്റുള്ളവരെക്കുറിച്ച് ആവശ്യമില്ലാത്ത കമൻറ്റുകൾ അടിക്കാത്തതും, അവരെ ദൈവം തമ്പുരാൻ തന്നെ സഹായിക്കും. അവരുടെ മനസ്സിൽ പോകുന്ന വഴികളിലെല്ലാം മാർഗങ്ങളും വഴികളും ദൈവം കാണിച്ചു. ഇപ്പോൾ തന്നെ നമ്മുടെ വിജയ് ജോസഫ് സാറിൻ്റെ മകൻ അബു ജോൺ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി സ്ഥാനാർത്ഥിയായി നിന്നു. അദ്ദേഹം ഒരു MLA ആയി ഒരു അധികാര സ്ഥാനങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ വളരെയധികം പ്രയോജനം ഈ നാടിനുണ്ടാകും. അദ്ദേഹം അതിനുള്ള ഐഡിയോളജി ഉള്ള ആളാണ്. പ്രത്യേകമായി ജോസഫ് സാറിൻ്റെ മകനാണ്. ജോസഫ് സാറിനെ പോലെ ഒരു ബുദ്ധി രാക്ഷസൻ, കർഷകരെ സ്നേഹിക്കുന്നവൻ, മണ്ണിനെ സ്നേഹിക്കുന്ന മനുഷ്യൻ ആരുണ്ട് വേറെ? അതുപോലെ അദ്ദേഹത്തിൻ്റെ ഈ ഭവനത്തിൽ എത്രയോ കാലം കൊണ്ടുവരുന്നു. അദ്ദേഹം ഇവിടെ വരുന്നവർക്കെല്ലാം ആഹാരം കൊടുക്കുന്ന അന്നദാനം, ഏറ്റവും പ്രാധാന്യം അതാണ്. ഒരു നേരത്തെ ആഹാരം ഒരു വ്യക്തിക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണഗണങ്ങൾ വളരെ വലുതാണ്. കാര്യം ഇന്ന് ആഹാരമില്ലാതെ വലയുന്ന അനേകർ പട്ടിണി കിടക്കുന്ന രാജ്യത്താണ് ഇവിടെ വരുന്ന ഒരു മനുഷ്യരെ പോലും വയറ് നിറച്ച് സന്തുഷ്ടമായി ആഹാരം കഴിച്ചു പോകണം. അതിൻ്റെ ഐശ്വര്യം ഇന്ന് ഈ ഭവനത്തിനുണ്ടാവും. ഓക്കെ, അബു സാറിനെ കണ്ട കാലം തൊട്ട് ഞാൻ അദ്ദേഹത്തെ കാണുന്ന ഒരു മഹത്വം. അദ്ദേഹത്തിന് നല്ല ഐഡിയകളുണ്ട്, കൃഷിയെക്കുറിച്ച് നല്ല ഐഡിയ. അദ്ദേഹം ആദ്യം പങ്കെടുത്ത ഒരു യോഗത്തിൽ ഞാൻ പങ്കെടുത്തപ്പോൾ അദ്ദേഹം പ്രസംഗിച്ചു, എനിക്ക് പാലക്കാടിനപ്പുറത്ത് കുറേ തെങ്ങ് കൃഷിയുണ്ട്. ഞാൻ 20 രൂപയ്ക്ക് കൊടുക്കുന്ന കരിക്ക്
ഇപ്പുറത്ത് പാലക്കാട് ഹൈവേയിലോട്ട് വന്നു കഴിയുമ്പം അതിന് 100 രൂപ വിലയായി. ഞാൻ അന്തം വിട്ടുപോയി. നമ്മുടെ കേരളത്തിൻ്റെ കൃഷി രീതി അതായിപ്പോയി. പിന്നെ IT രംഗത്ത് മിടുക്കനാണ്. നല്ലൊരു യുവാവ് ഐഡിയ ഉള്ള ഒരു MLA ആയി അബു വരട്ടെ എന്നാണ് എൻ്റെ ഒരാഗ്രഹവും ഇവിടുത്തെ സാധാരണക്കാരെ ജനങ്ങളുടെ ആഗ്രഹവും അത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇത്രയും സമയം അപ്പോൾ ഞങ്ങളുടെ തൊടുപുഴയ്ക്ക് തൊടുപുഴ മണ്ഡലത്തിൽ പറ്റിയൊരു തീർച്ചയായിട്ടും തൊടുപുഴ മണ്ഡലത്തിന് മാത്രമല്ല കേരളത്തിലെ കാർഷിക രംഗത്തും IT രംഗത്തും സാങ്കേതിക രംഗത്തും സമസ്ത മേഖലയിലും നല്ല ഐഡിയ ഉള്ള ഒരു സ്ഥാനാർത്ഥിയാണ് തൊടുപുഴയ്ക്ക് വേണ്ടി മത്സരിക്കാൻ UDF രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. ഓക്കെ പോയി കാണാം. താങ്ക് യു.